السلام عليكم ورحمة الله تعالى وبركاته. عن أبي سعد بن مالك بن سنان الخدري رضي الله عنهما أن الناس من الأنصار سألوا رسول الله صلى الله عليه وسلم فأعطاهم ثم سألوه فأعطاهم حتى نفد ما عنده فقال لهم حين أنفق كل شيء بيده ما يكن عندي من خير فلن أدخره عنكم ومن يستعفف يعففه الله ومن يستغني يغنه الله ومن يتصبر يصبره الله وما أوتي أحد أتاء خيرا وأوسع من الصبر متفق عليه. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട അബീ സഈദ് ബിൻ മാലിക് ബിൻ സിനാൻ അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ളതായ ഹദീസാണ് ഓതി കേൾപ്പിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, തീർച്ചയായും അൻസാരിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതായ ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയുണ്ടായിരുന്നു, യാചിക്കുകയുണ്ടായിരുന്നു. ഫഅതാഹും, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് നൽകുകയാണ് ചെയ്തത്. അൻസാരികൾ എന്ന് പറഞ്ഞാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ സമയത്ത് അവർക്കുള്ളതായ എല്ലാവിധത്തിലെ താമസ സൗകര്യങ്ങളും ഭക്ഷണ സൗകര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് സ്വീകരിച്ചതായ ആളുകളാണ് അൻസാരികൾ. ആ അൻസാരികളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ജനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവർക്ക് നൽകിയത്. സുമ്മ സാലൂഹു ഫഅതാഹും, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ ചോദിക്കുകയാണ്. ആ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ അവർക്ക് നൽകുകയാണ് ചെയ്തത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളുടെ വീട്ടിലേക്ക് ഒരുപാട് യാചകന്മാർ വരാറുണ്ട്. നമ്മളതാ അവരെ തിരിച്ചയക്കുന്നില്ല. നമ്മളുടെ കൈവശത്ത് എന്താണോ ഉള്ളത് അത് അവർക്ക് നൽകുകയാണ്. എന്നാൽ ഒരൊറ്റൊരു യാചകനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെറുതെ വിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പണം ആവശ്യപ്പെടുന്നതായ സമയത്ത്, അവർ കഷ്ടപ്പെടുന്നതായ സമയത്ത് യാചിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഹത്താ നഫിദ മാ ഇൻദഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കല് തീരുന്നത് വരെ നൽകുകയാണ് ചെയ്തത്. ഫഖാല ലഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുകയാണ്, ഹീന അൻഫഖു കുല്ല ശൈഇൻ ബിയദി, തൻ്റെ കൈവശത്തുള്ളതായ മുഴുവൻ കാര്യങ്ങളെയും ഞാൻ ചെലവഴിക്കുകയാണ് ചെയ്തത്. മായകുന്നിന്ദി മിൻ ഖൈറിൻ ഫലൻ അദ്ഖിറുഹു അൻകും, എൻ്റെ കൈവശത്തെങ്ങാലും ഒരു ഖൈറായ ഒരു നല്ല കാര്യമുണ്ട് എങ്കിൽ ഒരിക്കലും ഫലൻ അദ്ഖിറുഹു അൻകും, ഞാൻ നിങ്ങളെ പിന്തിപ്പിക്കുകയില്ല, നിങ്ങളെ ഞാൻ തടഞ്ഞു നിർത്തൂല. ആ നല്ല കാര്യം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരിക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻസാരികളോട് പറയുകയാണ്. വമൻ യസ്തഗ്ഫിഫ യുഅഫിഹു അല്ലാഹ്, ആരെങ്കിലും എളിമയും ശുദ്ധിയുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, തേടുകയാണെങ്കിൽ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നല്ല ശുദ്ധിയും അതുപോലെ തന്നെ എളിമയുമുള്ളതായ വ്യക്തിയാക്കി മാറ്റുകയാണ്. വമൻ യസ്തഗ്നി യുഗ്നിഹുല്ലാഹ്, ആരെങ്കിലും ഒരാൾ ഐശ്വര്യമുള്ളവനായി തീരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഐശ്വര്യമുള്ളവനാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ യാചകന്മാരെ പോലെ നിൽക്കാൻ പാടില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് മറ്റുള്ള ജനങ്ങൾക്ക് സഹായിക്കുന്ന, സഹകരിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമകളാകണം നാം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ നല്ല ഐശ്വര്യമുള്ളതായ വ്യക്തികളാക്കി മാറ്റുകയാണ്.
ആരെങ്കിലും ക്ഷമിക്കുകയാണെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനു വേണ്ടി ക്ഷമിക്കുകയാണ്. ക്ഷമ എന്നുള്ളത് ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. ക്ഷമിക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളരെ അത്യാവശ്യമായൊരു സംഗതിയാണ്. സബർ എന്നുള്ളത് അതിനൊക്കെ അത്രമാത്രം മഹത്വമുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനുക്ക് ഏറ്റവും മെച്ചപ്പെട്ടതിനെ നൽകിയിട്ടില്ല, ഏറ്റവും സമഗ്രമായതിനെയും നൽകിയിട്ടില്ല. മിനസ്സബർ, ക്ഷമയേക്കാൾ. ആ ക്ഷമയേക്കാൾ ഏറ്റവും സമഗ്രമായതും ഏറ്റവും മെച്ചപ്പെട്ടതായ ഒന്നിനെയും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് മനസ്സിലായി? ക്ഷമയാണ് ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് ഒരു മനുഷ്യനുക്ക് കിട്ടുന്ന ഗിഫ്റ്റുകളിൽ വെച്ചുകൊണ്ട്, സമ്മാനങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും മെച്ചപ്പെട്ടത് അത് ക്ഷമയാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു ഹദീസിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മളുടെ വീട്ടിലേക്ക് യാചകന്മാർ വന്നു കഴിഞ്ഞാൽ നമ്മളവരെ വെറുതെ വിടാൻ പാടില്ല. എന്താണോ ഉള്ളത് ആ ഉള്ളത് കൊണ്ട് അവർക്ക് നൽകിയേക്കണം. അതേപോലെ തന്നെ കൂടുതൽ നൽകുന്നവരാകണം, കൂടുതൽ കൃപ ചെയ്യുന്നതായ ജനങ്ങളാകണം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ക്ഷമയുള്ളതായ, ക്ഷമാശീലരായ നല്ല മനുഷ്യരാകണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.